ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പടം കാണാൻ പോയി പോനെ. ഒരു രക്ഷയില്ല, വെടിപ്പടം എന്ന് പറഞ്ഞാൽ വെടിപ്പടം കേട്ടോ. വേറെ ഒന്നല്ല, റൈഫിൾ ക്ലബ്ബ്. ഞാൻ പടത്തിന്റെ ട്രെയിലറും ടീസറും കണ്ട സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോ ഒരു രക്ഷയില്ല മോനെ. ആഷിഖ് കപൂർ എന്ത് പടം എടുത്തു വെച്ചിട്ടുള്ളത്. ഈ പടം നിങ്ങൾ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, മസ്റ്റ് വാച്ച് മൂവി തന്നെ ഞാൻ പറയും. കാരണം എനിക്ക് അത്രയും ഇഷ്ടമായ ഒരു പടം തന്നെയാണ് കേട്ടോ മോനെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ അമൽ നീരദിന്റെ ഞാൻ പടം കണ്ടായിരുന്നു, നമ്മുടെ ബോഗൻവില്ല. അതില് ഞാൻ ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സാധനം എനിക്ക് കിട്ടിയത് നമ്മുടെ റൈഫിൾ ക്ലബ്ബില് ആഷിഖ് കപൂറിന്റെ മൂവിയിലാണ്. അതായത് അമൽ നീരദിന്റെ കയ്യിലുള്ള സാധനം നേരെ കിട്ടിയത് നമ്മുടെ ആഷിഖ് കപൂറിന്റെ കയ്യിലാണ്. അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ക്വാളിറ്റി ആഷിഖ് കപൂർ ഈ പടത്തിൽ നമുക്ക് തരും എന്നുള്ള കാര്യത്തിന് ഒരു എന്താ പറയാ, തന്നു എന്ന് തന്നെ പറയണം. കാരണം അത്രയും ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ പടം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വിന്റേജ് സീക്വൻസുകളൊക്കെ ഒരു രക്ഷയില്ല മോനെ. വിന്റേജ് എങ്ങനെയാണ് എടുക്കേണ്ടത് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അമൽ നീരദിന്റെ മൂവീസ് എന്ന് പറഞ്ഞാൽ സ്ലോ മോഷൻസും. ഇതിൽ ആഷിഖ് കപൂർ അങ്ങനെ സ്ലോ മോഷൻസോ കാര്യങ്ങളൊന്നും വെച്ചിരുന്നില്ല. വേണ്ട കാര്യങ്ങൾ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള ഓരോ ആക്ടേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത പലരുടെയും കയ്യിൽ നിന്ന് പല സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പടം ഈ പറയുന്ന പോലെ ഒരുപാട് വലിച്ചു നീട്ടി നമ്മളെ മുഷിപ്പിക്കുന്ന ഒരു പരിപാടി ഇല്ല. പടം 2 മണിക്കൂറിനുള്ളിൽ ആഷിഖ് കപൂർ തീർത്ത് തന്നിട്ടുണ്ട്. പക്ഷെ ആ തീർത്ത് തന്ന എല്ലാ സീക്വൻസും നമ്മുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യാം. അത്രക്ക് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ആ പടം നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഹനുമാൻ കെയിൻ വരുന്നുണ്ട്. എന്റെ പൊന്നു മോനെ, വിന്റേജ് ലുക്കിൽ ഹനുമാൻ കെയിൻ വന്ന് ആ സീക്വൻസ് ഒക്കെ ഒന്ന് കാണുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മൂപ്പടെ ഒരു റാപ്പ് സോങ്ങും പാടിയിട്ടുണ്ടോ. എനിക്ക് എന്താ പറയില്ല, അതിന്റെ ഫുള്ള് BGM ഒക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെ. നമ്മള് ചിലരെ കയ്യിൽ നിന്നും ഈ സാധനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കില്ലേ, അത് നമുക്ക് ചിലയിടത്തുനിന്ന് കിട്ടില്ല. പക്ഷെ ഇത് ഞാൻ ചിലയിടത്തുനിന്നും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് എനിക്ക് ഇങ്ങോട്ട് എക്സ്പീരിയൻസ് ആയിട്ട് ഈ പടത്തിൽ നിന്നും കിട്ടിയത്. മസ്റ്റ് വാച്ച് മൂവി തന്നെ പറയാട്ടോ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ് റൈഫിൾ ക്ലബ്ബ്. പിന്നെ നമ്മൾ വിജയരാഘവനുണ്ട്, പിന്നെ പോത്തൻ, ലക്ഷ്മി, സുരഭി, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സുകൾ ഈ പടത്തിലുണ്ട്. എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് ആഷിഖ് കപൂർ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ആ പടം നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഞാൻ വേറൊന്നും പറയില്ല. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ പടത്ത് ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടു. പടങ്ങൾ കണ്ടിട്ട് എനിക്ക് ഓക്കെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ പടം പറയാതിരിക്കാൻ വയ്യ. പടം കണ്ടു കഴിഞ്ഞ് വന്ന സ്പോട്ടിലാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രക്ക് നല്ല പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന്റെ 2 പാട്ട്. പിന്നെ അതിൽ റംസാൻ ഉണ്ട് കേട്ടോ. റംസാനൊക്കെ ചുമ്മാ വന്ന് ഡാൻസ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് അല്ല കൊടുത്തുള്ളത്. ആളാണ് ആ പടം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുന്ന് അവസാനിപ്പിക്കുന്നത് റംസാനാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ചുമ്മാ വന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പോകുന്ന പോലെ എന്നല്ല. എല്ലാവർക്കും അതിൻ്റെതായ എന്താ പറയാ, ഓരോ സീക്വൻസും, അതായത് അവർക്ക് വേണ്ടത് എന്താണോ അത് കറക്റ്റായിട്ട് ആഷിഖ് കപൂർ കൊടുത്ത് ഈ പടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടം കണ്ടിരിക്കാനും നല്ല രസമാണ്. 2 മണിക്കൂർ പോയതറിഞ്ഞില്ല. ഞാൻ ഹാഫ് ടൈം ആയപ്പോ അയ്യോ ഹാഫ് ടൈം ആയിപ്പോയോ, ഇത്രയുള്ള പടം ഇതെന്ത് പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. അത്രയും നല്ല രസമായിട്ടാണ് ഹാഫ് ടൈം ആക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാഫ് ടൈമിന് ശേഷം പടം തീർത്ത് വെച്ചിട്ടുള്ളതും അങ്ങനെ തന്നെ വെട്ടി എല്ലാവരും ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ പടം കാണണം. അത്രയും നല്ലൊരു പടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അടുത്ത് കണ്ടതിൽ ഒന്നുകൂടി എനിക്ക് ബെറ്റർ നല്ലൊരു മൂവി ആയിട്ട് തോന്നിയത് ആഷിഖ് കപൂറിന്റെ ഈ പടമാണ് കേട്ടോ. റൈഫിൾ ക്ലബ്ബ് മസ്റ്റ് വാച്ച് ആണ്. ഓക്കെ.